എല്ലാവർക്കും ജേണി വിത്ത് സമ്മാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷമീറ റിയാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ എടുത്താണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടുള്ളൊരു ക്ലൈമറ്റാണ്. ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഭയങ്കര ചൂട് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ചൂടുള്ളൊരു ക്ലൈമറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് 2 ദിവസം മുന്നേ എനിക്കൊരു അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകേണ്ടി വന്നു. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് താമസിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ വന്ന് കയറലും ഞാനൊരു 1.5 ലിറ്ററിൻ്റെ കുപ്പിയിൽ ഒരു 1/2 കുപ്പിയുടെ മേലെ വെള്ളം നിർത്താണ്ട് അങ്ങ് കുടിച്ചു. AC ഒക്കെ ഭയങ്കര കൂട്ടിയിട്ട് ഭയങ്കര ടയർഡായിട്ടായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു ബേർഡ് അവിടെ നിന്ന് വായ തുറന്നിരിക്കുന്നത് കണ്ടത്. അപ്പം ഇതിന് മുന്നേ എൻ്റെ കിച്ചൺ വിൻഡോയിലൊക്കെ ബേർഡ്സും കുരുവികളും പ്രാവുകളും കുരുവികളൊക്കെ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വായ തുറന്നിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ചിലപ്പോൾ അവരങ്ങനെ തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വായ തുറന്നിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ? അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചൂടത്ത് ഞാൻ വന്ന അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നി ഇവർക്കുമൊക്കെ ദാഹം ഉണ്ടാവില്ലേ, ഇവർക്കുമൊക്കെ വിശപ്പുണ്ടാവില്ലേ. ഞാൻ ഇതിന് മുന്നേ പഴയ വീട്ടിലൊക്കെ ഗോതമ്പും വെള്ളമൊക്കെ പുറത്ത് കൊണ്ട് വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ ചിലർ ഇങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ അവർ ഉടുപ്പിലൊക്കെ വന്നിരിക്കുമല്ലോ, നമ്മളങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെക്കൽ നിർത്തി എൻ്റെ വിൻഡോൻ്റെ ഒരു സൈഡിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഞാൻ 1-2 പ്രാവശ്യം വെച്ചു. പിന്നെ താഴത്തെ ഫാമിലിയുടെ തുണി വയ്ക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഏരിയയൊക്കെ വൃത്തികേടാക്കും. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ പോയിരിക്കും. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ നിർത്തി. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചു ഇവർക്ക് വിശന്നിട്ടായിരിക്കും, അല്ലെ ദാഹിച്ചിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്തിരി ഗോതമ്പ് വെച്ച് കൊടുക്കാം, കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വിഷ്വലായിട്ട് എടുത്തിട്ട് നിങ്ങളോടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ, അല്ലെ നമ്മുടെ എന്താ പറയുക ഗേറ്റിനുള്ളിലൊക്കെ നമ്മൾ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അവിടെയൊക്കെ ഒന്ന് ചിലപ്പോൾ അഴുക്കാക്കും. നമ്മുടെ വിൻഡോയുടെ സൈഡിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ കുറച്ച് ഗോതമ്പോ ഈ ബേർഡ് ഫുഡോ അല്ലെങ്കിൽ കുറച്ച് അരിയൊക്കെ ഒന്നുകൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെയുള്ള വാമിണ്ട പ്രാണികൾക്കൊക്കെ അവർക്കതൊക്കെ ഒരു ഭക്ഷണമാകും. അതേപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ പ്രെയർ ചെയ്തത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഏത് മതവിശ്വാസിയാണോ ആ രീതിയിലൊക്കെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രെയർ ചെയ്തിട്ടാ, അല്ലെങ്കിൽ നിങ്ങൾ പള്ളികളിൽ കൊണ്ട് പൈസ ഏതാണോ പള്ളിയാണോ ഏതാണോ അതിലോട്ടൊക്കെ നിങ്ങൾ കൊണ്ട് പൈസ ഇട്ടിട്ട് ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടി മാത്രം വീഡിയോ തീരുമെന്നൊരു പേടിച്ച് പെട്ടെന്ന് പറയുന്നു കേട്ടോ. അതായത് മനുഷ്യർക്ക് വേണ്ടി മാത്രമാണെന്നുള്ളത് തെറ്റിദ്ധാരണ മനുഷ്യർക്കുണ്ട്. അവർക്കും അവരുടെ തലമുറയ്ക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി മാത്രം, മറ്റുള്ളവർക്ക് ആർക്കും അർഹത, ഈവൻ എന്താ പറയുക ചുറ്റുമുള്ള മനുഷ്യർക്ക് പോലും അർഹതയില്ല എന്നാണ് പൊതുവെ സ്വാർത്ഥരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുക. മറ്റുള്ളവരൊക്കെ നശിക്കണം, അവരവർ മാത്രം സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും ഒരു പരീക്ഷണം മാത്രമാണ്. നമ്മളിതെല്ലാം കഴിഞ്ഞ് ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ലോകം വിട്ടു പോകും. അപ്പം നമുക്ക് മുറുകെ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ സൽക്കർമ്മം മാത്രമാണ്. ആ സൽക്കർമ്മം നമ്മളിലേക്ക് അത് നമുക്ക് എന്താ പറയുക, ആ ഒരു സൽക്കർമ്മം എന്ന് പറയുന്നതാണ് നമ്മുടെ ചുറ്റും വരുന്ന നിരാലംബരായിട്ടുള്ള പക്ഷിമൃഗാദികളും, അതായത് നമ്മളെക്കാളും കഴിവില്ലാത്ത ആൾക്കാരും നമ്മുടെ സഹായം അർഹിക്കുന്ന, അല്ലെ അതിന് എന്താ പറയുക സഹായം നമ്മൾ ചെയ്യേണ്ട, ഇതിന് ശരിക്കും അർഹതപ്പെട്ട പലരും ഉണ്ട് നമുക്ക് ചുറ്റും. അവരെ നമ്മൾ സഹായിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിലേക്കാണ് എടുക്കുന്നത്. നമുക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കും. നമുക്ക് എന്തൊക്കെ സഹായം കിട്ടിയാലും ആർത്തി തീരാതെ പിന്നെയും ഇങ്ങനെ സ്വാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അഥവാ പല കാര്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരവില്ല, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരമില്ലേ, നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യും. പല രീതിയിലും ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നമ്മുടെ ചുറ്റും ഒരുപാട് സഹായത്തിന് അർഹതയുള്ള ഒരുപാട് ജീവനുകളുണ്ട്. പ്രത്യേകിച്ചും വാമിണ്ട പ്രാണികൾ. അവരെ നമ്മൾ സഹായിക്കുന്നതിലൂടെ നമ്മുടെ ഒരു ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ സഹായമാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. ദൈവം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടും. അത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ഏത് തരത്തിലുള്ള സഹായമാണെങ്കിലും ദൈവം നമുക്ക് ചെയ്തു തരും. നമ്മുടെ ജീവിതം കുറേ കൂടെ നമ്മുടെ തലമുറയുടെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയൊക്കെ ജീവിതം കുറേ കൂടെ നല്ലതാവണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ സഹായവും കരുണയും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇത് അർഹിക്കുന്ന കുറേ ജീവനുകളുണ്ട്. അവരെ നിങ്ങൾ സഹായിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ പക്ഷി മൃഗാദികൾ ഇവർക്ക് വിശക്കുവാണെങ്കിൽ തിരക്ക് പിടിച്ച് പറഞ്ഞുകൊണ്ട് ആരും കമൻറ്റ് ഇടണ്ട കേട്ടോ, എന്താ ഇത്ര ധൃതി എന്നൊക്കെ ഉള്ളത്.
അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമുക്കൊക്കെ വിശക്കുവാണെങ്കിൽ, അതായത് എനിക്ക് വിശക്കുന്നു എന്ന് ആരുടെയും ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കി നമുക്ക് ഭക്ഷണം മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ പൈസയൊന്നുമില്ല ആരുടെയും യാചിക്കാം. അതുമല്ല എങ്കിൽ നമുക്ക് വേദനയൊക്കെ ഉണ്ട്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി പറയാം. പക്ഷേ ഇവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി, നമ്മൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഭക്ഷണം വെച്ചാലോ വെള്ളം വെച്ചാലോ മാത്രമേ ഉള്ളൂ. ഇവർ അവിടെ ഇവിടെയൊക്കെ പോയി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കല്ലോ ഒക്കെ കൊത്തി തിന്നുണ്ടാവും. നമ്മൾ ആരും ഒരു ഭക്ഷ്യവസ്തുക്കളും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ചില സൂക്കിലൊക്കെ ഉണ്ട്. ഞാനിവിടെ ഇറാനി സുഖ്മറ സൂക്കിൽ കണ്ടിട്ടുണ്ട്. അവിടെയുള്ള കുറേ കച്ചവടക്കാർ ഇങ്ങനെ ഇഷ്ടംപോലെ ബേർഡ് ഫുഡുകളും ഗോതമ്പുകളൊക്കെ അവിടെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് കാഴ്ചക്കാരായിട്ട് കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും, ബേർഡിനെ കണ്ടോ എന്നുള്ള രീതിയാണ്. പക്ഷെ അവർക്കൊന്നും അറപ്പൊന്നുമില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെയൊക്കെ തലയുടെ പൊക്കത്തൂടെ പോകും. ചിലപ്പോൾ ഈ ബേർഡൊക്കെ വന്ന് അഴുക്കാക്കിയിട്ട സ്ഥലത്ത് പോലും പോയിരിക്കും. അപ്പോഴൊന്നും ആർക്കും അറപ്പില്ല. എന്നാൽ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അത് കുഴപ്പമില്ല, നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വെക്കണ്ട, കാരണം നമ്മുടെ ഡ്രസ്സിലൊക്കെ വന്ന് അഴുക്കാക്കും, അതൊക്കെ വേണ്ട. പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, റോഡിൻ്റെ സൈഡിലോ, അത് നമ്മൾ ഒന്ന് കുറച്ചൊരു ബേർഡ് ഫുഡ് ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ച് വെള്ളവും ഇച്ചിരി ബേർഡ് ഫുഡും വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോരം സമാധാനമാണ്. നമ്മുടെ ചുറ്റുമുള്ള പല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഉറപ്പ് വരുത്തുന്നതിലൂടെയാണ് നമ്മൾ മനുഷ്യത്വമുള്ളവരായി, അല്ലെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുക. സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അതായത് ഏതൊക്കെയോ പഴമോ എന്തോ ഒരു മാങ്ങ എന്തോ സംഭവം എനിക്ക് ഓർമ്മയില്ല, ഒരു വ്ലോഗ്, ഒരു ഫാമിലി വ്ലോഗ് കണ്ടപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതായത് എന്തോ പഴം എന്തോ എടുക്കാറില്ല അത്രേ, അത് പക്ഷികൾക്ക് അവർ തിന്നിട്ട് ബാക്കി മതിയെന്ന്. എന്താണ് പറയുക, നമ്മുടെ എല്ലാം നമ്മുടേതാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്വാർത്ഥമായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെല്ലാം നേടുന്നുണ്ടാവും, നമ്മൾ സൗഭാഗ്യങ്ങളും സന്തോഷത്തിലൊക്കെ ആയിരിക്കും ജീവിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചത്, അവരുടെയൊക്കെ ജീവിതം നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നശിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അവരെ പോലും അകറ്റിയിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതി കുറേ കൂടെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുറച്ച് മനുഷ്യത്വവും, അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പലരും നമ്മുടെ സഹായിക്കാൻ അർഹിക്കുന്നവരുണ്ടാവും, മനുഷ്യരിൽ തന്നെ. അവർക്ക് വായ തുറന്ന് ചോദിക്കാം, എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാം. പക്ഷേ ഇവരുടെ അവസ്ഥയൊന്നും ആലോചിച്ചു എനിക്ക്, ഇത് കുറച്ച് മുന്നേ വായ തുറന്നിരിക്കുന്ന ബേർഡാണേ, ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവരുടെ വായ കടഞ്ഞിരിക്കുക. അത് ആ ചൂട് കാരണമാണ്. ഞാൻ വെള്ളവും വെച്ച് കൊടുത്തു, പക്ഷെ വെള്ളം കുടിച്ചില്ലെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പാത്രത്തിൽ വെള്ളവും ഇച്ചിരി ഗോതമ്പൊക്കെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വെക്കേണ്ട. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഡ്രസ്സിലൊക്കെ വന്നിരിക്കുന്ന പോലെ, അല്ലെ ജനാലയുടെ സൈഡൊക്കെ അഴുക്കാവുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അത് വേണ്ട, നമുക്ക് കോമൺ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ റോഡ് സൈഡുകളിലോ, റോഡുമായിട്ട് ബന്ധപ്പെട്ടതല്ല, കുറച്ചിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സേഫായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായത് എന്താ പറയുക, നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, റോഡ് സൈഡിലൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സേഫായിട്ടുള്ള എവിടെയെങ്കിലും എന്താ പറയുക, ഇവർക്കായിട്ടുള്ള ഒരു ഏരിയ ഒരു 5-8 സ്ത്രീകൾ ചേർന്നിട്ട്, ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ ഫ്രണ്ട്സും കൂടുതലും അവരൊക്കെയാണ് കാണുന്നത്, അതാണ് ഞാൻ ലേഡീസിന് വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം സ്ത്രീകളൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു ഏരിയയിൽ ഓരോരുത്തരും ഉറപ്പ് വരുത്തും അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്നപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഒന്ന് സഹായിച്ച് നോക്കുക. അർഹതപ്പെട്ടവരെ നമ്മൾ സഹായിച്ചാൽ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല. എന്നാൽ അർഹതയില്ലാത്തവരുണ്ട്, അതായത് വിശക്കുന്നവന് നമ്മളൊരു ഭക്ഷണപ്പൊതി കൊടുത്താൽ അവനത് സന്തോഷവും സമാധാനവും അവന് നന്ദി ഉണ്ടാവും. അതേ സമയത്ത് നമ്മൾ നന്ദി തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അവനൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അർഹതപ്പെടാത്തവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ തിരിച്ച് വേദനിപ്പിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സഹായിക്കുമ്പോൾ, എൻ്റെ ഉമ്മയൊക്കെ കൊച്ചിലേ പറഞ്ഞിരുന്നു, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കൊടുക്കണമെന്ന്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മാഷറിലെത്തുമ്പോൾ പൂച്ച പറയും തന്നില്ല എന്ന് പറയും അത്രേ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാണ്, പൊട്ടക്കഥകളാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്കെന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പ്രിയപ്പെട്ട, അതായത് ഞാൻ ചെയ്യാറ് ദൈവത്തിനും ദൈവദൂതനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അതേപോലെ തന്നെ നബിയുടെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറ്. എപ്പോൾ ചെയ്യുമ്പോഴും ഞാൻ ചെയ്യാറ് അങ്ങനെയാണ്. അതേപോലെ നിങ്ങൾ മനുഷ്യരെയാണ് സഹായിക്കുന്നതെങ്കിലും മൃഗങ്ങളെയാണേലും പക്ഷികളെയാണെങ്കിലും ആരെ നിങ്ങൾ സഹായിച്ചാലും
നിങ്ങൾ ഒരു കാരണവശാലും അവർക്ക് വേണ്ടി ചെയ്യരുത്. നിങ്ങൾ അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഏത് മതവിശ്വാസിയാണോ ആ ഒരു ദൈവദൂതന് വേണ്ടിയിട്ട്, അല്ല ദൈവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക.